ഈ ഉണ്ണിയുടെ ഒരു കാര്യം, വയനാട് പോകാൻ വേണ്ടിയിട്ടാണ്. ഉണ്ണി ശരിക്ക് പാൽച്ചുരത്തിൻ്റെ താഴെ, അതായത് കൊട്ടിയൂരിനടുത്ത് കേളകത്താണ് ഉണ്ണി. കേളകത്തു നിന്നാണ് ഇത്രയും കിലോമീറ്റർ, എനിക്ക് തോന്നുന്നു 50 കിലോമീറ്റർ ഉണ്ടാവും എൻ്റെ നാട്ടിലേക്ക്. ഇവിടെ വന്ന് എന്നെയും പിക്ക് ചെയ്തിട്ട് ഒന്ന് വയനാട് പോകണമെന്ന് പറഞ്ഞിട്ട് എന്നെയും കൂട്ടി പോവുക. ഇത്രയും റിസ്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ ചോദിച്ചിരുന്നു. എന്തായാലും നമ്മൾ പാൽച്ചുരം വഴി വയനാട്ടിലേക്കുള്ള യാത്രയിലാണ്. കൊട്ടിയൂർ മല കണ്ടോ? ഇതിനെപ്പറ്റി ആ മലക്കൊക്കെ ഓരോ ചരിത്രങ്ങളുണ്ട്, പക്ഷെ അത് ഉണ്ണി പറയും. ഡ്രൈവിങ്ങിലായതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. ശ്രദ്ധയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ടല്ലോ. എന്തായാലും ഒടുക്കത്തെ ചൂടിൽ നിന്ന്, കണ്ണൂരിൻ്റെ ചൂടിൽ നിന്നൊന്ന് വയനാട്ടിലെത്തിയാൽ കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഞാനും കൂടെ പോയത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു വർക്കുണ്ട്, പുതിയൊരു ഷൂട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കാണലും കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ പാൽച്ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാൽച്ചുരം ഇങ്ങനെ കാണുമ്പോഴാണ് എനിക്ക് പണ്ട് ഞാൻ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ബോംബെ വഴിയാണ് പോയത്. അപ്പോൾ ബോംബെ വഴി പോകുമ്പോൾ ഉള്ള ആ ഒരു ചുരമുണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭയങ്കരമായൊരു ചുരമാണ്. ആ ചുരത്തിൻ്റെ താഴ്ത്തട്ടിൽ വെക്കാൻ പോലുമില്ല ഈ ഒരു ചുരം. അപ്പോൾ അത്രയും ഭയങ്കരമായ ചുരമായിരുന്നു. പണ്ട് ബോംബെ വഴി ബസ്സിനൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടി, ഇതിപ്പം താഴോട്ട് വീഴുക എന്നുള്ള പേടിയായിരുന്നു. അപ്പോൾ ഈ ചുരത്തിലൂടെ പോകുമ്പോൾ അതാണ് എനിക്ക് ഓർമ്മ വന്നത്. അത് ഞാൻ ഉണ്ണിയായിട്ട് ഷെയർ ചെയ്തു. അങ്ങനെ ഒരു സംഭവവും അവിടുത്തെ ആ ഒരു ചുരവും ഒക്കെ. എന്തായാലും ആ ചുരം, പക്ഷേ ഇപ്പോൾ നമ്മൾ ഇത്രയും വർഷമായിട്ട് ചുരത്തെപ്പറ്റി ഓർക്കുമ്പോൾ അതൊരു നൊസ്റ്റാൾജി തന്നെയാണ്. ആ ഒരു യാത്രയും പണ്ടത്തെ യാത്രയൊക്കെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഗൾഫിലേക്ക് ആദ്യമായിട്ട് പോകുന്നതാണ്. വീട്ടിൽ നിന്നുള്ള വിട്ടു നിൽക്കൽ, പിന്നെ അവിടെ പോവുക, ആദ്യത്തെ ഒരു യാത്രയാണല്ലോ. ആദ്യം ഗൾഫ് യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടെൻഷനും സങ്കടവും എല്ലാം ഉള്ള ഒരു യാത്രയാണ്. എനിക്ക് വീട് വിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ടെൻഷനിലൊക്കെയാണ് അന്ന് പോയിരുന്നത്. ഇവിടെ കണ്ടോ കുറേ കുരങ്ങന്മാരുണ്ട് വഴിയരികിൽ. അപ്പോൾ കുരങ്ങന്മാർക്കൊന്നും ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾ കൊടുക്കുന്ന ഫുഡിൽ അങ്ങനെ പോയസനോ എന്തെങ്കിലും വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിനൊക്കെ അസുഖം വരുന്നത് കൊണ്ട് ഫുഡൊന്നും അങ്ങനെ യാത്രക്കാർ കൊടുക്കരുതെന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും നമ്മൾ കൊട്ടിയൂർ മല ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മുൻപൊക്കെ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നു, ഇവിടെയൊക്കെ മുതലയൊക്കെ ഉണ്ടാവാറുണ്ടെന്ന്. അപ്പോൾ ഇവിടെ എപ്പോഴും താഴ്ചയിൽ നോക്കിയാൽ എപ്പോഴും നല്ല പച്ചപ്പാണ്. കാരണം ചെറിയൊരു അരുവിയുണ്ട്, മോശമല്ലാത്ത അരുവിയുണ്ട്. അപ്പോൾ നല്ല വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും പച്ചപ്പുണ്ട്, നല്ലൊരു കാറ്റും എല്ലായിട്ട് ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മളിതാ തലപ്പുഴ എത്തിയിരിക്കുന്നു. തലപ്പുഴ ഇവിടെ ഒരു ചെറിയൊരു ചെക്കിങ്ങൊക്കെ കാണുന്നുണ്ട്. ഞങ്ങളെ ഒന്നും നിർത്താൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. ഈ തലപ്പുഴ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മഴക്കാലമാണ് കൂടുതൽ ഭംഗി. കാരണം നല്ല പച്ചപ്പിൽ തേയിലയൊക്കെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഇതും ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ്, വലിയൊരു സംഭവമൊന്നുമല്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഇത്രയും അടുത്തുനിന്ന് ഫോട്ടോ എല്ലാം എടുക്കുന്നത്. കാരണം നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണുന്നതല്ലേ ഈ തേയിലത്തോട്ടമൊക്കെ അങ്ങനെ കാണുന്നല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്കൊന്നൊരു യൂറിൻ പാസ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഉണ്ണിയോട് പറഞ്ഞ് വണ്ടി ഒന്ന് സൈഡിൽ ഒതുക്കൂ, നമുക്കൊന്ന് ഇത് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ യൂറിൻ പാസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തത്. അപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം അങ്ങോട്ട് ഇരുട്ട് വരുന്നുണ്ട് കേട്ടോ. ഇരുട്ട് എന്ന് പറഞ്ഞാൽ വൈകിട്ടായതിൻ്റെ സന്ധ്യയായതിൻ്റെ ഇരുട്ടല്ല, മഴക്കാറ് വന്നതാ. എത്ര പെട്ടെന്നെന്നറിയാം മഴക്കാറ് വന്നിട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു സന്തോഷം തന്നെ. കാരണം വിഷുവൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു യാത്ര
പക്ഷേ കുറേ ആൾക്കാരൊന്നുമില്ല, ഞാനും ഉണ്ണിയും മാത്രമേ ഉള്ളൂ. അങ്ങനെ യാത്ര ഇരിക്കുമ്പോഴാണ് ഇവിടെ നിർത്തിയിട്ട് ഒന്ന് ഫോട്ടോ എടുക്കണോ അല്ലെങ്കിൽ വീഡിയോ എടുക്കണം എന്ന് തോന്നിയത്. ഇതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. വലിയൊരു സംഭവമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും ഞാൻ പ്രതീക്ഷിക്കാണ്ട് ഇന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഒരു പോക്കാണ്. കണ്ട ഇരുട്ട്, ഭയങ്കര ഇരുട്ടുണ്ട. ഇപ്പം 5 മണിയായിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് ഇരുട്ടിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട. ഭയങ്കര മഴ ഇപ്പം പെയ്യുമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ കൊടും ചൂട്ടത്തുനിന്ന് ഒരു തണുപ്പോ ആശ്വാസം അങ്ങനെ കിട്ടുമോ നോക്കാമല്ലോ നമുക്ക്. എന്തായാലും മഴവില്ല് കണ്ടോ, മഴവില്ല്, ചെറിയൊരു മഴവില്ലൊക്കെ ഉണ്ട്. ഇവിടുന്ന് ഇപ്പം നമ്മളെന്തായാലും വീണ്ടും യാത്ര വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഗ്ലാസിൻ്റെ മുകളിൽ തുള്ളി വരുന്നുണ്ടോ, ചെറിയ സ്പ്രേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഇരുട്ട് കണ്ടോ, ഇപ്പോൾ 7 മണി ആയതുപോലെ ഇല്ലേ അല്ലേ. ഇതാണ് പെട്ടെന്ന് മഴക്കിറങ്ങുന്നു. അതിൻ്റെ കുറുകെ ഒരു വണ്ടി ഇങ്ങനെ ബാക്ക് എടുക്കുന്നതാണോ തിരിക്കുന്നതാണോ മനസ്സിലായില്ല. ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചവിട്ടി വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേയിരിക്കൂ. ചെറുതായിട്ട് SPBൻ്റെ പാട്ടൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ ഇപ്പം ചെറുതായിട്ടല്ലേ മഴ പെയ്തുള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൊടും ചൂട്ടിൽ നിന്ന് പോയിട്ട് ഇത്രയും ചെറുതായ മഴ വരുമ്പം തന്നെ ഭയങ്കരമായിട്ട് തണുക്കാൻ തുടങ്ങിയിരിക്കുന്നുണ്ട്. ഇടിമിന്നൽ വരുമ്പം സ്പാർക്കിങ് ഉണ്ട് ഇലക്ട്രിക് ലൈനിന്. അമ്മോ, ഭയങ്കര ഇടിമിന്നലാണ് കേട്ടോ. വീഡിയോയിൽ അങ്ങനെ ഇടിമിന്നൽ കാണുന്നില്ലെങ്കിൽ കണ്ടോ, സ്പാർക്കിങ് ഇപ്പം പൊട്ടി വീഴുക. ഭയങ്കര ഇരുട്ടായി. രാത്രി 7 മണി കഴിഞ്ഞ പോലെയൊക്കെ ഇല്ലേ. എന്താ പറയേണ്ടത്. എനിക്ക് ഭയങ്കര തണുപ്പ്. ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ വെറും നിക്കറും ടീഷർട്ടും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തണുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു AC ഓഫായിക്കോ, ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര തണുപ്പ്, അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് ഷോളോ എന്തെങ്കിലും വേണ്ടി വരും. അത്രയും തണുപ്പുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ തള്ളുന്നതല്ല, ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ ജസ്റ്റ് വണ്ടി സൈഡാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര മഴയും ഇടിയും മിന്നലും വന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു റബ്ബർ മരം പൊട്ടി വീണല്ല, പിഴുത് വീണു. നല്ല ഭയങ്കര കാറ്റുണ്ടായിരുന്നു, ഇടിയുണ്ടായിരുന്നു, മിന്നലുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വണ്ടീൻ്റെ തൊട്ട മുന്നിൽ പൊട്ടി വീണപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്, ഒന്ന് ഷോക്ക് ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ വണ്ടി ഒതുക്കി വെച്ചിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇടിയും മിന്നലും കാറ്റും വന്നു. അപ്പോൾ ഒരു റബ്ബർ മരം പൊട്ടി വീണു ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മൾ അടുത്തുള്ള ആൾക്കാരോട് അറിയിച്ചു, ഒന്ന് KCBയിൽ വിളിച്ച് പറയാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ റോഡിൽ, നല്ല മഴ ആയതുകൊണ്ട് റോഡിലിങ്ങനെ വണ്ടിയുടെ അകത്ത് ഇരിക്കുക ചെയ്യുന്നത്. അടിപൊളി മഴ. കുറേ കാലത്തിന് ശേഷം ചൂട് ഒന്ന് ശമിച്ച് ഭയങ്കര മിന്ന്, ഇടി. ചൂട് നല്ലൊരു AC ഇരുന്ന പോലെ ഉണ്ട്. ഇപ്പോൾ ഭയങ്കര തണുപ്പ്.
പോലെ